രാഹുൽ മാങ്കുട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താൻ നീക്കം തുടങ്ങിയിരിക്കുകയാണ്. SIT കേരളത്തിന് പുറത്തുള്ള യുവതിയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. മൊഴി പരിശോധിച്ച് ആവശ്യമെങ്കിൽ രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാനെ കൂടി പ്രതി ചേർക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അർജുൻ കല്യാട് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായാണ് ഇപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ കേസും വന്നിരിക്കുന്നത്. യുവതിയുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മൊഴി നൽകാൻ യുവതി തയ്യാറാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും, അതായത് ഈ പീഡന പരാതി KPCC നേതൃത്വത്തിന് ലഭിച്ചതോടുകൂടി തന്നെ KPCC നേതൃത്വം ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് രാഹുലിന് വലിയ കുരുക്കായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ എടുത്ത് കാണിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയായിരിക്കും. കാരണം രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള കാര്യം കോടതിയെ ഉൾപ്പെടെ ധരിപ്പിക്കാൻ ഈ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസ് എന്തായാലും പ്രോസിക്യൂഷന് വലിയ ഒരു ബലം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി, ഈ അന്വേഷണ സംഘം കൂടുതൽ വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പരാതി നൽകിയിട്ടുള്ള പെൺകുട്ടി മൊഴി നൽകുമോ എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന അന്വേഷണ സംഘം പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ പെൺകുട്ടി മൊഴി നൽകാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായ രീതിയിൽ ഈ പറയുന്ന പീഡനം നടന്നു എന്ന് പറയുന്ന ഹോം സ്റ്റേയിൽ ഉൾപ്പെടെ എത്തി അതിൻ്റെ തീയതിയും സമയവും എല്ലാം കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തി കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഫെനി നൈനാനെ കൂടി ഈ കേസിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുക, പ്രതി ചേർക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഫെനി നൈനാനെ ഈ കേസിൻ്റെ ഭാഗമായി കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ആ ഘട്ടത്തിൽ ഫെനി നൈനാൻ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു പരാതിക്കാരിയെ തനിക്ക് അറിയില്ല എന്നുള്ള ഒരു നിലപാടാണ്. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മൊഴി ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഫെനി നൈനാൻ്റെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയും. കാരണം സ്വാഭാവികമായും തെളിവുകൾ ഉണ്ടെങ്കിൽ ആ പറയുന്ന സമയത്ത് ഫെനി നൈനാൻ്റെ മൊബൈൽ ലൊക്കേഷൻ ഉൾപ്പെടെ ഈ പറയുന്ന സ്ഥലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഫെനി നൈനാൻ ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടും. ഫെനി നൈനാൻ്റെ വാദങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും തന്നെ പൊളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഫെനി നൈനാനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കൂടി സമാന്തരമായി പോലീസ് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും രണ്ടാമത്തെ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉയർന്നു വന്ന പീഡന പരാതിയെ സംബന്ധിച്ചും അതിൻ്റെ കോടതി നടപടികളെ സംബന്ധിച്ചുമെല്ലാം വളരെ നിർണായകമാണ്. ഇന്നിപ്പോൾ എന്തായാലും അന്വേഷണ സംഘം കൂടുതൽ ഊർജിതമായി ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക്, പെൺകുട്ടി ഇപ്പോൾ എന്തായാലും കേരളത്തിലില്ല, കേരളത്തിന് പുറത്താണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.